വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ എങ്ങനെയും മാറി മറിയുമെന്നാണ് വിലയിരുത്തൽ. സീറ്റ് എണ്ണത്തിൽ ഇടിവ് വന്നാലും ഉറച്ച മണ്ഡലങ്ങൾ കുലുങ്ങില്ല എന്നാണ് ഇടതുമുന്നണി കണക്ക്. ജില്ലയിൽ വൻ മുന്നേറ്റം എന്നാണ് UDF പ്രതീക്ഷ. 2 സീറ്റ് എണ്ണിവെച്ചിട്ടുണ്ട് BJP. തലസ്ഥാന ജില്ല പിടിച്ചാൽ സംസ്ഥാന ഭരണം പിടിച്ചു എന്നതാണ് രാഷ്ട്രീയ പഴഞ്ചൊല്ല്. പക്ഷേ ഇത്തവണ വോട്ടെടുപ്പിന് ശേഷമുള്ള മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ പരിശോധിക്കുമ്പോൾ തോന്നുന്നത് തിരുവനന്തപുരം ജില്ല അങ്ങനെ ഒരു വശത്തേക്കു മാത്രമായി ചായില്ല എന്നാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് 14-ൽ 13 സീറ്റും ഇടതുമുന്നണിക്കായിരുന്നു. ആ നേട്ടം പക്ഷേ ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇടതുപാളയത്തിനും സംശയമുണ്ട്. തിരുവനന്തപുരം മണ്ഡലം കൈവിടുമെന്നാണ് വിലയിരുത്തൽ. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട മണ്ഡലങ്ങളിൽ കനത്ത മത്സരം നേരിട്ടുവെന്ന് ഇടതുമുന്നണിയിൽ സംസാരമുണ്ട്. മറ്റിടങ്ങളിൽ എതിർചേരി വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും നഷ്ടപ്പെടില്ലെന്നാണ് ഇടതുമുന്നണി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. പാറശാല പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് ഇടതിന് ഉറപ്പായിട്ടുണ്ട്. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ നേമത്തും കഴക്കൂട്ടത്തും അവസാന നിമിഷം ജയിച്ചു കയറാമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. അതിന് തക്ക അടിയൊഴുക്ക് സംഭവിച്ചു എന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. നല്ല തോതിൽ ഞാൻ വിജയിക്കുമെന്നാണ്, ഇടതുപക്ഷം വിജയിക്കുമെന്നാണ്, LDF വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിലവിൽ UDFനുള്ളത് ഒരേ ഒരു സീറ്റ് മാത്രം, കോളം. അത് 8ലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. വട്ടിയൂർക്കാവിൽ മുരളീധരൻ അട്ടിമറി നടത്തുമെന്ന പ്രതീക്ഷയും UDF ക്യാമ്പ് പങ്കുവയ്ക്കുകയാണ്. വാമനപുരത്തും വമ്പൻ ട്വിസ്റ്റാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അങ്ങനെ ഉണ്ടായാൽ തലസ്ഥാനത്തെ പല ഇടതുകോട്ടകളും പൊളിഞ്ഞു വീഴുമെന്ന് നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെയും അപേക്ഷിച്ച് വളരെ അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. അപ്പോൾ ഒരു മികച്ച വിജയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയും. വോട്ടെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ ഊട്ടിയ നിയമം അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് BJP. രാജീവ് ചന്ദ്രശേഖർ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. നേമത്ത് കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചാൽ ഭീഷണിയുണ്ട്. എന്നാൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചുവെന്നാണ് BJPയുടെ വിലയിരുത്തൽ. LDFന് കൂടുതൽ മുസ്ലിം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും UDFനും മുസ്ലിം വോട്ടുകൾ ലഭിച്ചുവെന്നത് നേമത്തെ അക്കൗണ്ട് തുറക്കാനുള്ള ഫാക്ടറായി BJP വിലയിരുത്തുകയാണ്. ഈ ഒരു നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും എന്ന് ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു ആത്മവിശ്വാസം. കഴക്കൂട്ടത്ത് V. മുരളീധരൻ 2000 വോട്ടിന് വിജയിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അവിടെയും കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് കുറച്ചാണ് നേടുന്നെങ്കിൽ കണക്കുകൾ തെറ്റും. അപ്പോഴും LDFിൽ നിന്ന് വോട്ടുകൾ BJPയിലേക്ക് എത്തുമെന്ന് BJP കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഏതായാലും അവസാന ലാപ്പിൽ ശരത്ചന്ദ്ര പ്രസാദ് വിജയിക്കുമെന്ന പ്രതീതി ഉണ്ടായത് കോൺഗ്രസ് വോട്ടുകൾ കൈപ്പത്തിയിൽ ഉറപ്പിച്ചു നിർത്തുമെന്ന് BJP വിലയിരുത്തുന്നു. R. ശ്രീലേഖ മത്സരിച്ച വട്ടിയൂർക്കാവിൽ BJP വിജയപ്രതീക്ഷ കണക്കുകളൊന്നും നിരത്തുന്നില്ല. കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും അത്ഭുതമുണ്ടാകുമെന്ന് BJP ക്യാമ്പിൽ ചിലർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2ാം സ്ഥാനത്തിന് അപ്പുറത്തേക്കുള്ള മുന്നേറ്റമൊന്നും BJP നേതൃത്വം വിലയിരുത്തുന്നില്ല. ഏതായാലും തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും പ്രവചനാതീതമാണ്. നെടുമങ്ങാടും ചിറയൻകീഴും ആറ്റിങ്ങലും വിജയിയെ തീരുമാനിക്കുന്നത് BJP പെട്ടിയിൽ വീണ വോട്ടുകളാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രശാന്തിനും അമലിനുമൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.